സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയും പിന്നിട്ട് ബാഹുബലി കുതിക്കുകയാണ്. ബാഹുബലി തരംഗം പല മലയാളം സിനിമകളിലെയും കളക്ഷനെ ബാധിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലും പിടിച്ചു നിന്ന 2 മലയാളം ചിത്രങ്ങളുണ്ട്. ഒന്ന് ദുൽഖറിൻ്റെ CIAയും 2 ബിജു മേനോൻ്റെ രക്ഷാധികാരി ബൈജുവും. ബാഹുബലി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴും വമ്പൻ റിലീസിംഗ് ദുൽഖർ ചിത്രത്തിന് ലഭിച്ചിരുന്നു. ആദ്യ ദിനം 3 കോടിയിലധികം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരുന്നു. ചിത്രം റിലീസ് ചെയ്ത് 12 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ 20 കോടിയോളം നേടാൻ CIAയ്ക്ക് സാധിച്ചു. ഇതിൽ 15 കോടിയിലധികം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയതാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ചിത്രത്തിന് ഇത്രത്തോളം കളക്ഷൻ നേടാൻ സാധിച്ചതിന് പിന്നിൽ ദുൽഖറിൻ്റെ താരമൂല്യം തന്നെ. CIAയും കൂടി വിജയത്തിലേക്ക് എത്തുമ്പോൾ ചാർലിയിൽ തുടങ്ങിയ വിജയക്കുതിപ്പ് തുടരുകയാണ് ദുൽഖർ സൽമാൻ. ചാർലി, കലി, കമ്മട്ടിപ്പാടം, ജോമോൻ്റെ സുവിശേഷങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം തുടർച്ചയായ 5ാമത്തെ വിജയമാണ് ദുൽഖർ നേടുന്നത്. അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അജി മാത്യു എന്ന കഥാപാത്രമായാണ് ദുൽഖർ വേഷമിടുന്നത്. അജി മാത്യുവിൻ്റെ പ്രണയവും രാഷ്ട്രീയ നിലപാടുകളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. പതിവ് അമൽ നീരദ് ചിത്രങ്ങളിൽ നിന്നും വിപരീതമായി ആദ്യ പകുതിയിൽ ലളിതമായ അവതരണ രീതിയാണ് ചിത്രം സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ 2ാം പകുതിയിൽ ചിത്രം ഒരു ത്രില്ലർ ലെവലിലേക്ക് ഉയരുന്നു. പ്രണയത്തിനു വേണ്ടി നമ്മൾ എത്ര ദൂരം പോകും എന്ന ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ അനർത്ഥമാക്കുന്നതാണ് ചിത്രത്തിൻ്റെ 2ാം പകുതി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.